കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. Namaskaram everybody, welcome back to another episode of the Double Standard Podcast. Okay, so കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് നടന്ന മെജോറിറ്റി കാര്യങ്ങളുടെയും ഡിസ്കഷൻസ് നടത്തിയിരുന്നു. ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് which we are doing in this episode. So let's start. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ഡിസ്കഷൻ റൗണ്ടിൻ്റെ ടോപ്പിക് ഈ കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം എങ്ങനെയുണ്ടായിരുന്നു. അവർ കുറേ കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഞങ്ങൾ കുറേ മാറ്റങ്ങളുണ്ടായി, ഇത്തവണത്തെ ഞങ്ങളുടെ പെർഫോമൻസ് വെച്ച് ഞങ്ങൾ സന്തുഷ്ടരാണെന്നുള്ളൊരു ജോളി മൂഡിലാണ് അവർ നിൽക്കുന്നത്. ഈ ഒരു പവർ ടീമിൻ്റെ ഒരു ആവിഷ്കാരം തന്നെ ഉണ്ടാകുന്ന ഈ ഒരു സീസണിലാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കാരണം ഇതിപ്പോൾ 4 ആഴ്ച കഴിഞ്ഞു, ഇപ്പോൾ 5-ാമത്തെ ആഴ്ചയാണോ 4-ാമത്തെ ആഴ്ചയാണോ അത്? 5-ാമത്തെ ആഴ്ച. അപ്പോൾ 5-ാമത്തെ ആഴ്ചയിൽ എങ്കിലും ഈ പവർ ടീം ബിഗ് ബോസ് മേക്കേഴ്സ് ഉദ്ദേശിച്ച അത്ര എഫക്റ്റീവ് ആയോ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീമിൻ്റെ അവസ്ഥ എന്താണ്? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ എൽവിസ് യു ക്യാൻ സ്റ്റാർട്ട്. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ടീം വന്നത് ജാസ്മിൻ്റെ ഒരു ഡിസിഷൻ്റെ അകത്താണ് പവർ ടീം ഉണ്ടായത്. ജാസ്മിനാണ് പവർ ടീമിനെ പിക്ക് ചെയ്തത്. പക്ഷെ ഞാനിവിടെ വേറൊരു ആസ്പെക്റ്റും കൂടി ഇവിടെ ഐ വോണ്ട് ടു ഷോ ലൈറ്റ് ഓൺ. ഈ ഒരു പവർ ടീം വരുമ്പോൾ 6 പുതിയ വൈൽഡ് കാർഡ്സ് കയറുകയാണ്. ഡെഫിനറ്റ്ലി പവർ ടീം ഷുഡ് ആക്ച്വലി ഒരു പവർ ആയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു പിന്നെയും വെറുതെ അളിവിളിയായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള എൻ്റെ അപ്പനെ വിളിച്ച് അപ്പൂപ്പനെ വിളിച്ച് എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങൾ അവിടെ ആവും. റാദർ ഐ ഫെൽറ്റ് പവർ ടീം സെലക്ട് ചെയ്ത ക്വാളിറ്റി, ഐ മീൻ ദാറ്റ് സെലക്ഷൻ വാട്ട് ജാസ്മിൻ ഡിഡ് വാസ് റിയലി ഗുഡ്. I mean, I agree on it. ഇതാണ് ലൈക്ക് ഐ ഫെൽറ്റ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പവർ ടീം. ബട്ട് പവർ ടീമിൽ ഒബ്വിയസ്ലി ഗബ്രി എല്ലായിടത്തും എവിടെ ചെന്നാലും ഇങ്ങനത്തെ കുറെ കള പറിക്കാൻ ബാക്കി ഉണ്ടാവും. പവർ ടീമിൽ പിന്നെയും കിടന്ന് ഉറങ്ങി, പിന്നെയും പോയിന്റ് പോയി. പിന്നെ അതുപോലെ തന്നെ മൈക്ക് വെക്കാതെ നടക്കുന്നു. ലൈക്ക് ഒരു ഇറസ്പോൺസിബിൾ പേഴ്സൺ എല്ലാ പവർ ടീമിലും ഉണ്ടാവും. അത് ഈ പ്രാവശ്യം എന്നത്തെ പോലെ ഗബ്രിയാണ്. മനസ്സിലായി. സോ എനിക്ക് തോന്നുന്നത് എല്ലാവരും അഗ്രി ചെയ്യുന്നൊരു ഫാക്ടറാണ് ഈ പ്രാവശ്യത്തെ പവർ ടീം നല്ലൊരു ലൈക്ക് ഇറ്റ് വാസ് എ ഗുഡ് ടീം, എസ്പെഷ്യലി അപ്സര ബീയിങ് ഇൻ ദ പവർ ടീം വാസ് ലൈക്ക് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. വെൻ ജാസ്മിൻ സെലക്റ്റഡ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാതെ പവർ ടീം എന്താണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 4 പേരെ ഒരുമിച്ചിടാൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും ജാസ്മിൻ ആ 4 പേരെ സെലക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ അപ്സര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു ഇൻ ജനറൽ, 2 സൈഡിൽ നിന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റേർണലി കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും. ഇപ്പം മനസ്സിലായി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ആ അധികാരം ഇറ്റ് ഈസ് ഡൂയിങ് യു മോർ ഹാം ദാൻ ഡൂയിങ് യു ഗുഡ്. കാരണം എന്താ, അതാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കേസ് ആയതുകൊണ്ടും പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ടും അറ്റ് ദ മൊമെൻറ്റ് പവർ ടീമിൽ കയറുന്നത് ഒരു ടു യുവർ ഗെയിം എനിക്ക് തോന്നുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു തിങ് ആണ്. കാരണം എത്രത്തോളം നിങ്ങൾ യൂണിറ്റിയിൽ പെർഫോം ചെയ്താലും, കാരണം നമ്മളിപ്പോൾ ഇത് 5th വീക്കാണ്, അത് ദാറ്റ് മീൻസ് 5 പവർ ടീംസ് വി ഹാവ് സീൻ സോ ഫാർ ആൻഡ് വി ആർ സെയിങ് ദാറ്റ് ദിസ് പവർ ടീം ഇസ് സോ ഫാർ ദ ബെസ്റ്റ്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ സെയിങ് ഇറ്റ്സ് ദ ബെസ്റ്റ്, ബട്ട് ഇൻറ്റേർണലി ദേ ആർ സ്റ്റിൽ ഗെറ്റിംഗ് ഹേറ്റ്. അല്ലെങ്കിൽ അതിപ്പോൾ ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുമ്പോൾ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ദർ ഇസ് നോ വിൻ വിൻ ഫോർ യു. അതിപ്പോൾ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നായാലും അകത്തുള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് നിന്നായാലും യു വിൽ കീപ് ഗെറ്റിംഗ് ഹേറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഗബ്രി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗബ്രി ഹാസ് ബിൻ ഇൻ ദ പവർ ടീം like ഒരു 3 times he's been in the power team. and എനിക്ക് തോന്നുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി എന്നുള്ളൊരു പ്ലെയറിൻ്റെ ഗെയിം അഫക്റ്റ് ആവുന്നതും പവർ ടീമിൽ ഇത്രയും പ്രാവശ്യം വന്നുകൊണ്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അവൻ ചെയ്ത മണ്ടത്തരങ്ങളിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം ലൈക്ക് അടിസ്ഥാനമായിട്ടുള്ള മണ്ടത്തരം അവനെ അഫക്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ പവർ ടീമിൽ ചെയ്ത തെറ്റുകളാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല. അതൊക്കെ ഈ പവർ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാവാത്തതുകൊണ്ടും ഒരു റെഫറൻസ് ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കും. സോ ഐ ഫീൽ ലൈക്ക് ഇൻ ദിസ് സീസൺ ഗെറ്റിംഗ് ഓൺ ടു ദ പവർ ടീം ഇസ് നോട്ട് എ സ്മാർട്ട് തിങ് ടു ഡു. ഓക്കെ ഫെയർ ഇനഫ്. റിയാസ്? ഞാൻ പവർ ടീമിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ, ഞാൻ പവർ ടീമിലേക്ക് അത്രയും ഡൈവ് ഇൻ ചെയ്ത എപ്പിസോഡ്സ് പ്രോപ്പർലി ഐ ഹാവ് സീൻ എപ്പിസോഡ്സ്. പക്ഷെ ഞാൻ പവർ ടീമിൽ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ മെയിൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പവർ ടീമിനെ ചൂസ് ചെയ്തത് ജാസ്മിൻ ആണ് ഗബ്രിയും ചൂസ് ചെയ്തത്, റൈറ്റ്? ഐ തിങ്ക് ദാറ്റ്സ് എ വേഴ്സ്റ്റ് ഡെസിഷൻ ഫോർ ജാസ്മിൻ ടു ഡു. കാരണം ജാസ്മിന് ഇത്രയും നെഗറ്റീവ് ലൈറ്റ് വരാൻ കാരണം ഗബ്രി എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജബ്രിയിലേക്ക് വീണ്ടും ഒന്ന് കടന്നു കൊള്ളട്ടെ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ ഡ്യൂറിങ് ദിസ് വീക്ക് വാട്ട് ഐ ഹവ് സീൻ ഇസ് വളരെ മാനിപ്പുലേറ്റ് ചെയ്ത് ജാസ്മിനെ നെഗറ്റീവ് ലൈറ്റിൽ കാണിക്കുന്നത് ഗബ്രി തന്നെയാണ്. ഈവൻ ഐ സോ ദാറ്റ് ഇൻസിഡൻറ്റ് വെയർ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കെഞ്ചാണ്, ലെറ്റ് മീ ടോക്ക്. ആ സെയിം കാര്യം അവളെ സംസാരിക്കാൻ സമ്മതിക്കാതെ ക്യാപ്റ്റനെക്കായും അധികാരം ഇവിടെ ഉള്ളത് പവർ ടീമിനാണെന്ന് പറയുന്നത് ഗബ്രി തന്നെ. ഗബ്രി ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ട് ദാറ്റ് അവനെ പവർ ടീമിലേക്ക് എടുത്തത് തന്നെ ജാസ്മിൻ ആണ്. ഷീ ഈസ് ആസ്കിങ് ജസ്റ്റ് എ വാലിഡ് ഫെയർ ചാൻസ് ടു ടോക്ക് ആൻഡ് സോർട്ട് സംതിങ്. അതിന് സമ്മതിക്കാതെ ഗബ്രിയും അപ്സര ബോസി ആയതും അവിടെ തന്നെയാണ്. ജാസ്മിനോട് എന്ത് ചെയ്യേണ്ട എന്ന് പറഞ്ഞ അതേ കാര്യം അവർ ബോസിയായി ഫ്രണ്ടിൽ വന്നതെന്ന് സെയിം കാര്യം അവർ തന്നെ പറഞ്ഞു. ആ സിറ്റുവേഷൻ സോർട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. അവിടെ ജാസ്മിന് യാതൊരു വാല്യൂം കൊടുക്കാതെ പോവാണ്. ഗബ്രി ജാസ്മിനെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നെഗറ്റീവ് ലൈറ്റിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ഏതൊക്കെ രീതിയിൽ തെറ്റാണ്, വീക്കാണ് എന്നുള്ള കാര്യങ്ങളാണ് ഗബ്രി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗുഡ് ഫ്രണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ജാസ്മിൻ ഇസ് ആക്ച്വലി എ വെരി ഗുഡ് കണ്ടസ്റ്റന്റ്. With the standard and I was talking initially, she's not a very good fit for Big Boss. പക്ഷേ പല എപ്പിസോഡും കാണുമ്പോൾ ഐ എം ലൈക്ക് വാവ് ജാസ്മിൻ. ഓരോ ടാസ്കുകൾ ജാസ്മിന് പ്രസൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് പോലും, അല്ലെങ്കിൽ ജാസ്മിൻ വേണം ഈ ടാസ്ക് ചെയ്യാൻ, മറ്റേ ക്വസ്റ്റ്യൻസ് മറ്റേ ഇൻസ്റ്റൻസ് കേൾപ്പിച്ചു കൊടുത്തിട്ടല്ല ഇത് ആര് പറഞ്ഞത്, അതൊക്കെ ജാസ്മിൻ എന്ത് എൻ്റർടൈനിങ് രീതിയിലാണ് ജാസ്മിൻ്റെ ടാസ്കുകൾ വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ്റെ ട്രോളുകൾക്കായിട്ട് ക്ലിയർലി ഇത്രയും ഹേറ്റ് ജാസ്മിന് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ലൈവിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് വിടണ്ടെന്ന് വെച്ചാൽ വിടണം. ബട്ട് സ്റ്റിൽ ഒരാളുടെ ലൈഫ് സ്പോയിലാവിപ്പോണം. ഐ എം സോ മച്ച് വറീഡ് അബൌട്ട് ജാസ്മിൻസ് ലൈഫ് ഔട്ട്സൈഡ് ഓഫ് ദ ഷോ. ജാസ്മിൻ പുറത്ത് വന്നാൽ ജാസ്മിൻ്റെ നാട്ടുകാരുൾപ്പെടെ ജാസ്മിനെതിരാണ്. ഫോർ വാട്ട്? ഷീ ഈസ് പ്ലേയിങ് ദി അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് ഫാമിലിയും എതിര് പോലെ, പിന്നെ നാട്ടുകാരും ഫുള്ള് സോഷ്യൽ മീഡിയയിലിട്ട് ചവിട്ടി തേക്കുന്നു. വാട്ട്? ഒരു പോയിന്റ് വരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ട്രോളിനും ഒരാളെ ഇങ്ങനെ സൈബർ ബുള്ളി ചെയ്യുന്നതിനും ഒക്കെ ഒരു ലെവലുണ്ട്. സൈബർ ബുള്ളിങ് ചെയ്യുന്നതിന് ലെവലേ ഇല്ല. യു ഷുഡൻറ്റ് സൈബർ ബുള്ളി എനിബഡി. പക്ഷേ നിങ്ങളെല്ലാം ക്രോസ് ചെയ്യുന്നുവെന്ന് ഓഡിയൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഷീ ഡസൻറ്റ് ഡിസേർവ് ഇറ്റ്. ഒരു ഷോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം ഫുൾ ഇല്ലാതാക്കി കളയരുത്. ഇല്ലെങ്കിൽ ദിൽഷ ചെയ്തതുപോലെ ജാസ്മിനും വന്നിരുന്ന് പുറത്ത് കരഞ്ഞ് വീഡിയോ ചെയ്യേണ്ട അവസ്ഥയാവും ലാസ്റ്റ്. പക്ഷേ ഗബ്രി ഇല്ലായിരുന്നെങ്കിൽ ഗബ്രിയാണ് ആക്ച്വലി ജാസ്മിനെ ഫുൾ അതിനകത്ത് നശിപ്പിക്കുന്നതെന്ന് വളരെ ക്ലിയർ ആണ്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ചേഞ്ച് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അവനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി, അവന്റെ ആ മാനിപ്പുലേഷൻ പവർ ആണ് ഞാൻ ആലോചിക്കുന്നത്. അവര് തമ്മിലുള്ള കോൺവെർസേഷൻസ് കാണുമ്പോൾ ട്രിഗർ ആയി പോവാണ്. ഐ എം ലൈക്ക് വാട്ട് ദ ഫക്ക് ഈസ് റോങ് വിത്ത് ദിസ് ബോയ്. ഹോൾഡ് ഓൺ, ഡിഡ് യു സീ മറ്റേ റീൽ വേർ, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറേ ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി പറയുന്നൊരു ഡയലോഗാണത്. നിനക്ക് പക്ഷെ തടി കുറയ്ക്കണം, നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി കൊണ്ടുവച്ചു, അപ്പം നീ അത് കഴിക്കുമോ? കഴിക്കൂല എന്ന് പറയുന്നതാണ് ഇവൻ എക്സ്പെക്ട് ചെയ്ത ഉത്തരം. ഞാൻ കഴിക്കും. Then we are in a relationship. അതിന്റെ അർത്ഥം എന്തുവാ? What is your point on that, Sri? See, he was നീ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കുറച്ച് അവനൊരു ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ടാണോ ബിരിയാണി? എന്തിനാണ് ബിരിയാണി ഇവിടെ പറഞ്ഞത്? അതിനെക്കുറിച്ച് സംസാരിക്കാൻ ബെസ്റ്റ് പേഴ്സൺ നീ തന്നെയാണ്. See, I would not want to bash all the men out there for this. പക്ഷെ ഞാൻ പറയട്ടെ, there are a few men out there whom I personally know also. അവർ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേർ ദേ വുഡ് ബി ഫ്രണ്ട്സ് വിത്ത് സർട്ടൺ വിമൻ ആൻഡ് കുറച്ചധികം ഫിസിക്കൽ റിലേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യും. ആൻഡ് ദെൻ വൈറ്റ് വാഷ് ലൈക്ക് വിച്ച് ഇസ് ഫ്രണ്ട്സ്, ഇത് ഫ്രണ്ട്ഷിപ്പാണ്, വേറെ ഒന്നുമില്ല. ബട്ട് ഇവർക്ക് ഇപ്പോൾ സോ കോൾഡ് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ
അവരിതെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് എൻ്റെ പൊന്നുമോളെ ഇതിവിടെ നടക്കത്തില്ല, ഇവിടെ വന്നു. ആൻഡ് ദീസ് പീപ്പിൾ എസ്പെഷ്യലി ആർ ദ മോസ്റ്റ് പൊസസീവ് വൺസ്. അവരിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വൈറ്റ് വാഷ് ചെയ്യും, ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് പ്യുവർ സ്നേഹമാണ്, അതാണ്. പക്ഷെ ഇത് തന്നെ ഇവരുടെ സോ കോൾഡ് പാർട്ട്ണർ പോയി ചെയ്യുകയാണെങ്കിൽ അവർ അനുവദിക്കില്ല. ദേ വിൽ നോട്ട് ഈവൻ അലൗ റിമോട്ട്ലി ബി ക്ലോസ് ടു അനദർ മാൻ. സോ ദാറ്റ്സ് വെയർ ഐ ഡോണ്ട് സീ. ഐ തിങ്ക് ഗബ്രി അതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് പലപ്പോഴും എനിക്ക് പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ക്ലിയർലി അതാണ്. സോ ഇതിൻ്റെ അകത്ത് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരാളെ മാത്രം ഇതിൻ്റെ അകത്ത് അടിച്ചമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. It is not because it's a guy or a girl or whatever the fuck, I don't give a shit. At this point, every episode we will tell, don't talk about them. We will finally end up talking about that. That exactly shows how relevant they are. Okay, first thing. റെലവൻസിക്കും അല്ലെങ്കിൽ സംസാരിക്കരുതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് തിങ്. ആ കണ്ണട വെച്ചവൻ എനിക്ക് ഇഷ്ടമല്ല കമന്റ് ഗബ്രി, you have a fan here, please. നോ, ഗബ്രിയുടെ ഫാൻ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് വി ഷുഡന്റ്. അവിടെ ജാസ്മിന് ചോയ്സ് ഉണ്ട്. എല്ലാ കേസിലും ചോയ്സും കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ആൾക്കാർ തന്നെ ഫൈനലി ജാസ്മിൻ അവിടെ ആ ചോയ്സ് ഉണ്ട്. അവൾ മാനിപ്പുലേറ്റ് ആവുന്നുണ്ടെന്ന് പറയുവാണെങ്കിൽ തന്നെ അവിടെ അവൾക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് അവൾക്ക് എക്സസൈസ് ചെയ്യാൻ ഉള്ള ബുദ്ധിയുണ്ട്. ആൻഡ് എല്ലാവരും ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. ഏറ്റവും കൂടുതൽ മാക്സിമം ക്യൂ കിട്ടിയത് അവൾക്കാണ്. ബിഗ് ബോസിൻ്റെ ഫാദറിൻ്റെ സീക്രട്ട് ഏജന്റിന്റെ സോറി സായി വടവർ അവന്റെ അപ്പൊ അവന്റെ ക്യൂ, ഇത്രയും ക്യൂ കിട്ടിയിട്ട് മനസ്സിലാവാത്തൊരു വ്യക്തി, അത് അവര് ട്രോമ ബോണ്ടിങ് ആണ്, അതാണ് അവരുടെ റിലേഷൻഷിപ്പ്. അപ്പൊ അതിന്റെ അകത്ത് ഗബ്രി കാരണം ജാസ്മിന് മുമ്പിൽ എന്ന് പറയുന്നതിൽ I cannot agree because I will say that is your manipulation എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ചോയ്സിനുള്ള ബുദ്ധി അവൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. That is where I wanted to add. He's getting her on her weakness. അവൾ ഏറ്റവും വീക്കായിട്ട് ഇവളുടെ അച്ഛൻ്റെ ഇത് സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തുനിന്ന് അവളുടെ മറ്റേ ഫിയാൻസെ മൊത്തം സീനാക്കി ഇതൊക്കെ കണ്ട് മൊത്തത്തിൽ വീക്കായിട്ട് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കും ഈവൻ ഡ്യൂറിങ് ക്യാപ്റ്റൻസി. അതായത് അവളെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവള് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവേണ്ട ഒരാളല്ല ജാസ്മിൻ യൂഷ്വലി. പക്ഷെ അവിടെ നമ്മുടെ ഒരു I am taking you guys back to our first episode or something where we spoke about how Jasmine knew the game and Gabri was in his vulnerable situation where he didn't know how to play the game. At that point of time when I said that Jasmine was being taken advantage of, I mean Gabri was being taken advantage of during his vulnerable time, I was corrected saying that അങ്ങനെ ജാസ്മിനെ മാത്രം ആക്കേണ്ട ആവശ്യമില്ലാന്ന്. And I agree, അത് ശരിയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ രണ്ടാൾ പങ്കാളിയുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഒരാളെ മാത്രം അടിച്ചമർത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഗബ്രീനെ മാത്രം അടിച്ചമർത്തില്ല. ഞാൻ ക്ലിയർലി പറഞ്ഞു ഹിന്റ് കിട്ടും ജാസ്മിന്റെ നെഗറ്റിവിറ്റി ഇതാണ്. ഷീ ഈസ് നോട്ട് ഏബിൾ ടു ആക്ട് അപ്പോൺ ഹർ ഹിന്റ്സ്. even I will disagree to that statement because ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ജാസ്മിന് മാത്രമല്ല ഗബ്രിക്കും സൈബർ ബുള്ളിങ് അത്യാവശ്യം ഉണ്ട്, നമ്മൾ കാണാത്തത് കൊണ്ടാണ്. ബട്ട് ദി ആസ്പെക്ട് ഇസ് അവിടെ ഗബ്രി എന്ന് പറഞ്ഞൊരു ആള് മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളൊരു സംഭവം that can be a part of a game. എത്ര ഗബ്രി സൈബർ ബുള്ളിങ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിനെ ചവിട്ടി തേക്കാൻ കാണിക്കുന്ന ആവേശം മലയാളി ഓഡിയൻസ് ഒരു ചെക്കനെ ചവിട്ടി തേക്കാൻ കാണിക്കാറില്ല. ഒരു സൈഡിൽ ഒരു എഫക്റ്റിന്റെ ബേസിസിലും ഒരു സൈഡിൽ ഈ പറഞ്ഞ മാതിരി ഒരു എഫേർട്ടിന്റെ ബേസിസിലായിരിക്കും ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടുള്ള ഡിസഗ്രീമെന്റ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Can I move on to the next person? And the discussion is about freaking power team. പവർ ടീമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ജാസ്മിൻ ക്യാപ്റ്റൻ ആയപ്പോൾ ഷീ ഹാഡ് ദ ചോയ്സ് ടു ചൂസ് ദം ആൻഡ് ഷീ ഡിഡ് എ വെരി ഗുഡ് ജോബ്. വൈസായിട്ട് മുന്നത്തെ സമയങ്ങളിൽ, അതായത് വെൻ ദ ടീം വാസ് ഫോളിങ് അപ്പാർട്ട്, ദ പവർ ടീം വാസ് ഫോളിങ് അപ്പാർട്ട്, പവർ ടീം കുറച്ചുകൂടെ പവർഫുൾ ആക്കാൻ വന്നവരും പിന്നെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ നന്നായിട്ട് ചെയ്തവരും, ആ പ്രോപ്പർ ആയിട്ടുള്ള 4 പേരെ she brought together, I think, which was very nice. പിന്നെ ഗബ്രി ഔട്ട് ഓഫ് പിന്നെ ഗബ്രി മോനെ ഗബ്രി വാ, അതെ മോനെ ഗബ്രി വാ, മോളെ ജാസ്മിനെ പോ എന്ന് പറഞ്ഞു ബിഗ് ബോസ്. അപ്പോൾ സോ ദാറ്റ് വാസ് ഡൺ ദെയർ. പിന്നെ പവർ ടീം കുറച്ച് ഇപ്പോൾ വൈൽഡ് കാർഡൊക്കെ വന്നുകൊണ്ട് അവർക്കൊരു ആവേശമുണ്ട്. അതായത് ഓക്കെ നമ്മൾ നമ്മുടെ പവർ കാണിക്കണം, പുതിയ വന്നവർ നമ്മളെ ചവിട്ടി തേക്കരുത് എന്ന് ഉറപ്പ് വരുത്താൻ പവർ കാണിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് they they did a lot of stuff. അതായത് മോർണിംഗ് ആയിട്ടുള്ള അസംബ്ലി, പിന്നെ ടാസ്ക് അസൈൻ ചെയ്യുന്ന കാര്യങ്ങളായാലും ഫൺ ആക്ടിവിറ്റീസ് ആക്ച്വലി അവരെന്തോ പ്ലാൻ ചെയ്തു എന്നൊക്കെ ഞാൻ കണ്ടു. പക്ഷെ നമുക്കതൊന്നും എപ്പിസോഡിൽ അതൊന്നും കാണാൻ പറ്റിയില്ല. സോ ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ബി നോട്ട് ദാറ്റ് ഫൺ.
സോ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് അല്ല വാസ് എ ഫ്ലോപ്പ് ഹ്യൂമൻ ഓർ നോട്ട്. ഇൻട്രസ്റ്റിനെ പോക്കിയുന്ന ടൈപ്പ് ഫൺ ആയിരിക്കില്ല. യാ ചിലപ്പോ വല്ല ലെയിം ഫൺ അതെ, ആയിരിക്കും. നമുക്ക് സോ വി ഡോണ്ട് നോ. നെഗറ്റിവിറ്റി അല്ല. Lame fun. Wow. Big Boss is like not worthy fun. Okay, you tried Power Team but not telecasting. പിന്നെ കുറച്ച് സീനിയറുകളെ ഉള്ള പോലെ എനിക്ക് തോന്നി. ഉണ്ട്. So that ഇങ്ങനെ വന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യണം. അത് സി പവർ ടീം എന്ന് പറയുമ്പോൾ അതാണ്, നമുക്ക് യു ക്യാൻ മേക്ക് ഇറ്റ് ടു വാട്ട് എവർ എക്സ്ട്രീം യു വാണ്ട്. നമുക്ക് കോമാളിത്തര തോന്നിയാസം ലിറ്ററലി നമുക്ക് തോന്നിയാസം ചെയ്യാം. പക്ഷേ അവിടെ ബാക്കിയുള്ള എല്ലാവരും കുറച്ചധികം സെൽഫ് റെസ്പെക്റ്റും ഇൻഡിവിജ്വാലിറ്റിയും ഒക്കെ ഉള്ളവരാണ്. അവരുടെ അടുത്ത് ഇത് കൊണ്ട കാണിക്കാൻ ചെല്ലുമ്പോൾ പോമനെ ദിനേശ എന്ന് പറഞ്ഞ അൻസിബ വിട്ട പോലെ വിടും. സോ ദാറ്റ് വിൽ ഹാപ്പൻ. പക്ഷെ അതാണ്, നമുക്ക് പവർ ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സൂചിപ്പിച്ചിരിക്കണോ അതോ പവർ കാണിക്കണോ, ദാറ്റ് ഇസ് യുവർ ചോയ്സ്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് പീപ്പിൾ വിൽ ലൈക്ക് യു ഓർ ഹേറ്റ് യു. ഇപ്പം കെവിൻ പറഞ്ഞ പോലെ അപ്സര വാസ് എ ലവ്ഡ് പേഴ്സൺ ഇൻ ദ ഹോൾ ഹൗസ്. എല്ലാവരും ഈവൻ വൈൽഡ് കാർഡ്സ് വരെ വന്നിട്ട് പറഞ്ഞാണ് അപ്സര അടിപൊളി കളിക്കാരിയാണ്, അടിപൊളിയാണ്. ഈവൻ ഹൗസ് മേറ്റ്സ് ഓൾസോ അഗ്രി ടു ഇറ്റ്. പക്ഷെ പവർ ടീമിൽ വന്നതോടെ വെൻ ഷീ ഡിസൈഡഡ് ഷീ വിൽ പുട്ട് ഹെർ ഫുഡ് ഡൗൺ ആൻഡ് ടോൾഡ് എവറിബഡി വാട്ട് ടു ഡു ആൻഡ് എവറിത്തിങ്. കുറച്ച് സ്ട്രിക്റ്റ് ആയി അവർ ലിറ്ററലി. ആൻഡ് ദാറ്റ് അജിറ്റേറ്റഡ് ദ ഹോൾ ഹൗസ്. അപ്സരയായിട്ട് ഒത്തിരി ശ്രീതുവിന് പ്രശ്നമായി തുടങ്ങി, ജാൻമണിക്ക് പ്രശ്നമായി തുടങ്ങി, എല്ലാവർക്കും പ്രശ്നമായി തുടങ്ങി. സോ ഐ തിങ്ക് ടു എ പോയിന്റ് ഐ അഗ്രി ടു വാട്ട് കെവിൻ സെഡ്, വിച്ച് ഇസ് പവർ ടീമിൽ വരുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വീക്ക്നെസ് ടു യു. പക്ഷേ അത് അങ്ങനെ തന്നെ എന്താ പറയുക, നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും ആ നരേറ്റീവ് മാറ്റാൻ ലൈക്ക് ഗെയിം അനുസരിച്ച് അത് തിരിച്ചെടുക്കാനും കൂടെ ഉള്ള കഴിവ് വേണം. ഹേറ്റ് കിട്ടും. ഇഫ് യു ആർ ഗോയിങ് ടു ബി ഇൻ പവർ ടീം ആൻഡ് ഡൂ തിങ്സ് ലൈക്ക് ദാറ്റ് യു വിൽ ഗെറ്റ് ഹേറ്റ്. പക്ഷെ തിരിച്ചിറങ്ങിയിട്ട് അവരുടെ കൂടെ നിന്ന് ആ ഗെയിം കളിക്കണം ആൻഡ് യുനോ ഫ്ലിപ്പ് യുവർ ഹോൾ നരേറ്റീവ് അപ്പ തിരിച്ച്. ദാറ്റ് ഈസ് ഓൾസോ സംതിങ് യു നീഡ് ടു ഹാവ്. In Big Boss, you can't discuss about nomination. That's against the rule. അത് പവർ ടീം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ബിഗ് ബോസിൽ അത് ഐ വാസ് വണ്ടറിങ്, അത് ഞാൻ കണ്ടിട്ട് വൈ ബിഗ് ബോസ് ഇസ് ഇൻറ്ററപ്റ്റിങ്. ഇവിടെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാനാണ്, ആരാണ്, അല്ലാതെ അവിടുത്തെ പരസ്പരമുള്ള സാധനമല്ല. ഓഡിയൻസ് തീരുമാനിക്കേണ്ട ഒരു ബഞ്ച് ഓഫ് പീപ്പിളാണ് ആര് പുറത്ത് പോകണം വേണ്ടത്. അതിനാണ് നോമിനേഷൻ നടത്തുന്നത്. അത് അവിടെയുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ട് ദേ കാൺ ഡു ദാറ്റ്. അതുകൊണ്ട് പക്ഷെ ഞാൻ അവിടെ ഉദ്ദേശിച്ചത് അത് ചിലപ്പോ ബിഗ് ബോസ് ഇന്ററപ്റ്റ് ചെയ്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമായിരിക്കും. പക്ഷെ ആ ചിന്തിക്കുന്ന ഒരു ഡയറക്ഷൻ, ദാറ്റ് ഈസ് പുള്ളിക്കാരന് ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് അറിയില്ലായിരിക്കും. പക്ഷെ ആ ചിന്തിക്കുന്ന ഒരു ഡയറക്ഷൻ ഇച്ചിരി ക്രിയേറ്റീവും ഇച്ചിരി റിസ്ക് ടേക്കിങ്ങും ഫോർവേഡ് ആണ്. Which is what currently all power teams have been missing. I think ഇപ്പൊ സിബിനും പൂജയൊക്കെ പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫണ്ണും സ്ട്രിക്റ്റും രണ്ടും നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഐ തിങ്ക് this time Pooja is going to come, so let's see if there പൂജയല്ല ഹോൾ അനദർ ടീം. ഇതുവരെ എനിക്ക് തോന്നുന്നു പവർ റൂമിൽ കേറാത്ത കുറെ പേരാണ് വരാൻ പോകുന്ന പവർ ടീമിൽ. ശരണ്യ, ജാൻമണി ഉണ്ടായിരുന്നു, പിന്നെ ഋഷി, some of those people ഒക്കെ. അഭിഷേക് S is coming. So yeah, 2 new people are coming to party. Let's see. Safe ആണ്. അരുന്ധതി പറയൂ, പവർ ടീമിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത്രയും നാള് വന്നതിലൊരു ബെറ്റർ പവർ ടീം ഇങ്ങനെയും ആവാം എന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി, അത്രേ ഉള്ളൂ. ആൻഡ് ഓൾസോ ആൾക്കാരാണെങ്കിലും ഈ പറയുന്ന അപ്സര ആണെങ്കിലും അർജുൻ ആണെങ്കിലും ജാൻമണിയിലല്ലോ ഗബ്രി പ്രത്യേകിച്ച് അവിടെ കണ്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഗബ്രീനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്സര ആൻഡ് അർജുൻ രണ്ടുപേരും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഡിസ്കഷൻസ് നടത്തി കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. വളരെ ഹെൽത്തി വേയിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നോക്കി അവർ മാക്സിമം. അല്ലാണ്ട് മറ്റേ റഷ്മിൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നതല്ലാണ്ട് പ്രോപ്പറായിട്ട് ഹെൽത്തി വേയിൽ ആ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അവിടെ എനിക്ക് കണ്ടൊരു മിസ്സിങ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ ജാസ്മിൻ സെലക്ട് ചെയ്തപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ജാസ്മിന് റൂമിനകത്ത് കയറാൻ പറ്റില്ല എന്ന്. ആ ഒരു ജാസ്മിനെ പവർ ടീമിനകത്തുള്ള ഒരു ആ ഇൻക്ലൂസിവിറ്റി ബിഗ് ബോസ് എടുത്ത് കളഞ്ഞപ്പോൾ അത് ഈ പവർ ടീമിനെയും അത് റിഫ്ലക്റ്റ് ചെയ്തു. പലപ്പോഴും പല ഡിസ്കഷനിലും അവർ ജാസ്മിനെ അധികം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് ഹാവിങ് ദിസ് ഐഡിയ ദാറ്റ് ക്യാപ്റ്റൻ ഇസ് ഓൾസോ ഇൻക്ലൂസീവ് ഇൻ ദിസ്. അവർക്ക് കാരണം ക്യാപ്റ്റൻ വൈസായിട്ട് ചൂസ് ചെയ്ത ആൾക്കാരാണ്. സോ ഒരു ഡിസിഷൻ, കാരണം എനിക്ക് തോന്നുന്നു മുമ്പത്തെ പവർ ടീമിൻ്റെ ഡിസ്കഷൻസിലും മേജർ കാര്യങ്ങളിലെല്ലാം അവർ ക്യാപ്റ്റനെയും ഇൻക്ലൂഡ് ചെയ്ത് ക്യാപ്റ്റൻ ആ ഒരു ഇൻക്ലൂസിവിറ്റി നന്നായിട്ടുണ്ടായിരുന്നു ഇത്രയും നാൾ. ഇപ്പോഴാണ് ആ ഇൻക്ലൂസിവിറ്റി ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആയി കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ഇറ്റ്സ് സ്റ്റിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യാപ്റ്റൻ അതായത് പവർ ടീം കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ്റെ അതോറിറ്റി വരുന്നത്. ദാറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഐഡിയ വാസ് ഓക്കെ, ഇവരെന്തുകൊണ്ടാണ്
ജാസ്മിനെ അത്ര ഇൻക്ലൂഡ് ചെയ്യാത്തത്. ജാസ്മിന് ആ ഒരു ക്യാപ്റ്റന്റെ വില കൊടുക്കാത്ത കാരണം ദാറ്റ് ഇൻസിഡന്റ് എനിക്ക് അത്ര ഹാപ്പി ആയിട്ട് തോന്നിയില്ല. കാരണം ജാസ്മിൻ വിളിച്ച മീറ്റിങ്ങിന് ജാസ്മിൻ എല്ലാവരെയും വിളിച്ചിരുത്തി. ഇപ്പം നൈസായിട്ട് പവർ ടീം വന്ന് ജാസ്മിൻ ക്യാപ്റ്റൻ പോയി അവിടെ ഇരിക്കും. ജാസ്മിൻ ചെയ്ത ഇപ്പം കെവിൻ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവരും ചെയ്തത്. ഇവർക്ക് ഈ അപ്സര കുറച്ച് ബോസി ആയതുകൊണ്ട് കുറച്ച് ബോസി ആറ്റിറ്റ്യൂഡ് എടുത്തപ്പോഴത്തേക്ക് ആൾക്കാരിരുന്നു. അപ്പോൾ അവിടെയും എനിക്കുണ്ടായിരുന്ന ഐഡിയാസ് ലൈക്ക് വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ്. ക്യാപ്റ്റൻ്റെതായ ഒരു സ്റ്റാൻഡ് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഇവർ കൊടുക്കാത്ത പക്ഷേ എനിക്ക് രീതിയിൽ അവിടെ തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് ബോസി ആയിട്ട് കളിച്ചതാണോ അതോ ജാസ്മിന്റെ കയ്യിൽ നിന്ന് അത് പോയായിരുന്നു ചെറുതായിട്ട്. അത് റക്കസ് ആവാൻ തുടങ്ങിയായിരുന്നു. അത് ജാസ്മിൻ എന്നുള്ളൊരു വ്യക്തി പറയുന്നത് കൊണ്ടാണ്. കാരണം ഈ വീട്ടിൽ എല്ലാവർക്കും ജാസ്മിന് വില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ക്യാപ്റ്റന് കൊടുക്കേണ്ട വില ജാസ്മിന് വളരെ കഷ്ടപ്പെട്ട് ക്യാപ്റ്റൻ അവിടെ ഇരിക്കാൻ പറഞ്ഞത് കൊണ്ട് ആ ഒരു സ്ഥാനം ഉള്ളത് കൊണ്ട് അനുസരിക്കുന്ന പോലെയാണ് എല്ലാവരുടെ സൈഡിൽ നിന്നും തോന്നിയത്. അത് ജാസ്മിൻ എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ്. കാരണം ദീസ് പീപ്പിൾ ഡോണ്ട് വാല്യൂ ജാസ്മിൻ. അപ്പം അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അൻസിബയുടെ. പിന്നെ അപ്സരയുടെ അടുത്തുള്ളൊരു ഹെയ്റ്റ് ഐ ഫീൽ ലൈക്ക് ഈഗോയിസ്റ്റിക് പീപ്പിൾ നെവർ എൻ്റർടൈൻ ഗുഡ് ലീഡേഴ്സ്. പുള്ളിക്കാരി ബോസിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനപ്പുറം അത്യാവശ്യം നല്ലൊരു ലീഡറായിട്ടാണ് അവരവിടെ നിന്നത്. അപ്സര എനിക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. പക്ഷെ അത് ഒരു രീതിയിലും ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കത് എൻ്റർടൈൻ ചെയ്യാനോ ഓർ അതനുസരിച്ച് പോകാനോ അവർക്ക് ഓക്കെ അല്ലായിരുന്നു. പവർ ടീം രാവിലെ പറയുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നീ ആരാണ് എന്നോട് ഡ്യൂട്ടിക്ക് പോകാൻ പറയാൻ? അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നാണ് അതല്ല. പക്ഷെ അവിടെ അത് അവള് പറഞ്ഞ രീതി ഒരു തെറ്റായ രീതി തന്നെയാണ്. അത് പട്ടിയും പൂച്ചയൊന്നും അല്ല. ഐ ഫീൽ ലൈക്ക് റെസ്പെക്ട് ഡോഗ്സ് ആൻഡ് കാറ്റ്സ്. ഡോണ്ട് മേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ഡോണ്ട് ട്രീറ്റ് എനിബഡി ലൈക്ക് ദാറ്റ്. അവര് വർണ്ണിച്ച അത്രയും മോശമായിട്ടുള്ള ഒരു സംഭവം അല്ലായിരുന്നു ഇത്. പക്ഷേ അവരുദ്ദേശിച്ച അവരുടെ ഈഗോനെ കംഫർട്ടബിൾ അല്ലാത്തൊരു ടോൺ ആയിരുന്നു അത്. ആയിരുന്നു എക്സാക്ട്ലി. അവിടെ എനിക്ക് തോന്നിയത് അൻസിബയുടെ ടോൺ അല്ലായിരുന്നു. എക്സാക്ട്ലി അവിടെ ഈഗോ ഹർട്ടാണ് കൂടുതലും വന്നത്. പിന്നെ ആദ്യം അൻസിബ പറഞ്ഞത് ഇവൾ ആരാണ് എന്നോട്, ഇവള് പറയുമ്പോ അല്ല ഞാൻ ജോലി എടുക്കാൻ പോണ്ടേ. എന്നിട്ട് രണ്ടാമതാണ് ഈ ആക്ട്, അല്ലെങ്കിൽ ആ ആക്ട് മോശമെങ്കിൽ അപ്പം തന്നെ ആക്ടിന് റിയാക്ട് ചെയ്യണം. ആ ആക്ട് ആദ്യത്തെ ഒരു 10-25 മിനിറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതൊരു വിഷയമായി വന്നപ്പോഴാണ് അവൾ ഇങ്ങനെ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. ഷീ വാസ് ട്രിഗർഡ്. ഷീ ഡോണ്ട് ലൈക്ക് അപ്സര. Okay, she was the point. Avadana start ചെയ്യുന്നു. Yeah, she don't like Apsara. She is triggered when Apsara told her to go for work. അവിടെയാണ്. അപ്പൊ അങ്ങനെ അത്രയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ഇഷ്ടമില്ലാത്ത ആൾക്കാർ പവർ ടീം വന്നാൽ അവരൊന്നും ചെയ്യൂല. ആ ഒരു മൈൻഡ് സെറ്റ്. ലക്ഷ്മിപ്രിയ പാർട്ടിയിൽ നിന്നും നിന്നെ ഇങ്ങനെ കാണിച്ചാൽ നീ പോയി പണിയെടുക്കോ? അപ്പോ എനിക്ക് ഇപ്പൊ ജാൻമണി തന്നെ അത് കണ്ടന്റ് ആണ്, എടുക്കില്ല അതെവിടെയാ തുടങ്ങിയത് ആ വഴക്ക്? രാവിലെ ജാൻമണി സിഗരറ്റ് വലിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മോർണിംഗ് സോങ് കഴിഞ്ഞ സമയത്ത് പവർ ടീം വിളിച്ച മീറ്റിങ്ങിന് പറഞ്ഞപ്പോൾ ജാൻമണി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, രാവിലെ എനിക്ക് എന്റെ സമയം വേണമെന്ന്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എ വെരി ഗുഡ് കോണ്ടന്റ്. ഓൾസോ അങ്ങനെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. സ്കൂളോ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് അവർക്ക് 2 കാര്യങ്ങൾ പറയാൻ എല്ലാരും മുറ്റത്ത് അണി നിറഞ്ഞ് നിൽക്കണം. സൗകര്യമില്ല. ഞാൻ ഇത് അപ്സരയുടെ മറ്റേ പഴയ NCC സ്കൗട്ട് വൈബ്സ് ഒരാൾക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കുറച്ച് പ്രിപ്പറേഷൻസ് വേണം ഒരു ദിവസം തുടങ്ങാൻ. അത് വേറെ ഒരാൾക്കാർ പറയുന്ന പോലെ ക്യാമ്പിനല്ലല്ലോ ആൾക്കാർ. ദാറ്റ് ഐ ടോട്ടലി അഗ്രി. പക്ഷെ എനിക്കിവിടെ അൻസിബയുടെ ആ ഒരു ഫ്ലിപ്പ് ഓഫ് സാധനമാണ് എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത. എനിക്ക് അതങ്ങോട്ട് ബിലീവബിൾ ആയിട്ട് തോന്നി. അൻസിബയ്ക്ക് ഭയങ്കര ജാൻമണി ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ജാൻമണി ദേ ആർ ബെസ്റ്റീസ്. ജാൻമണി ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന അവർക്ക് ഫസ്റ്റ് ട്രിഗർ. രണ്ടാമത് ഓൾറെഡി ബീഫ് ഉണ്ട്. മൂന്നാമത് ഇതും കൂടെ ചെയ്തു. ബീഫ് ഉണ്ട്. And also she is trying to make content out of Janmani's content. So also she can do. No problem. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു സാധനത്തിലേക്ക് എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനാണെങ്കിൽ പവർ ടീമിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു സേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെ എന്താ ചെയ്യേണ്ടത്?
അതാണ് ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാവണം എന്നാലേ കണ്ടന്റ് അതെ, ഉണ്ടാവുള്ളൂ guys. അതെ. That's why That Big is my Boss point. got in this power Yes, team. അതിനാണ് പവർ ടീം. അതാണ്. ഇവരിങ്ങനെ ദാർഷ്ട്യം കാണിക്കണം, ഇവരാരും അനുസരിക്കരുത്. അത് ആ മൊത്തം ഇതാണ്. ദാഷ്ട്യം ഡയലോഗ് Okay. ആരെ പറ്റിയിട്ടായിരുന്നു? ശ്രീതുവിനെ പറ്റിയിട്ട്. അത് അപ്സര പറഞ്ഞത് ദാറ്റ് വാസ് കിച്ചൺ ക്യാപ്റ്റൻ. കിച്ചൺ ക്യാപ്റ്റൻ. അത് പണ്ടത്തെ ഒരു പണ്ടത്തെ audio സാധനം. കേൾപ്പിച്ച് Yeah, ഇവര് എന്തായാലും തല്ലുണ്ടാക്കി. നല്ല അത്രേ ഉള്ളൂ. രീതിയിൽ ആക്കാൻ നോക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ പീപ്പിൾ ആർ മെസ്സിങ് ഇറ്റ് അപ്പ്. Contestants are also messing it up. They don't see power team. It's not working out there. എൻ്റെ പോയിന്റ് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ചെറിയ സർവേ എടുക്കാനുണ്ട്. അതായത് ഈ ആഴ്ചത്തെ പവർ ടീം ഇപ്പോൾ നമ്മൾ ഇത്ര പേര് സംസാരിച്ചു, പവർ ടീം നല്ലതായിരുന്നു എന്ന് ഒപ്പീനിയൻ ഉള്ളവരൊന്ന് കൈവയ്ക്കേ. എല്ലാവരും ഓക്കെ, So far, Yeah, okay. so far better. സോ ഫാർ ഓക്കെ. അപ്പോൾ നേരത്തെ കെവിൻ ഒരു പോയിന്റ് പറഞ്ഞു നമ്മളത് 5ാമത്തെ പവർ ടീമാണ് കാണുന്നതെന്ന്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ആദ്യത്തെ ആഴ്ചയിലേക്ക് ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2ാമത്തെ ആഴ്ച പവർ ടീമായി, 3ാമത്തെ ആഴ്ചയിലെ പവർ ടീമിലോട്ട് ഒരാളെ കയറ്റി. അപ്പോൾ മൊത്തം 3 പവർ ടീം, അതിൽ 2 പേരുടെ ഐട്രേഷൻസ് ഇത്രയും നമ്മൾ കണ്ടിട്ടുള്ളത്. Yeah. ഈ ആഴ്ച 6 വൈൽഡ് കാർഡ് എൻട്രീസ് നടക്കുകയും ചെയ്തു. ഈ ആദ്യത്തെ 4 ആഴ്ചകളിൽ നടന്ന ഈ പവർ ടീമിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലും മോശം ലീഡർഷിപ്പ് കൊണ്ടും ഈ മോശം ലീഡർഷിപ്പ് കൊണ്ടുണ്ടാവുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് അമങ്സ്റ്റ് കണ്ടസ്റ്റൻസ് കൊണ്ടുമാണ് മേജർ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു തോന്നലുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് എനിക്കൊരു തോന്നൽ അങ്ങനെയുണ്ട്. ഈ ആഴ്ച പുതിയ 6 പേര് മിക്സിലോട്ട് വന്നപ്പോൾ ആ 6 പേര് പുതിയ ആൾക്കാരായതുകൊണ്ടും ഏറ്റവും വീക്ക് 1 എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമായി വരുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കുറച്ചധികം റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതേപോലെ റെസ്പെക്റ്റ് ഇത്തവണ ഒരു 6 പേരിൽ നിന്ന് ബൈ ഡിഫോൾട്ട് കിട്ടുകയും ബാക്കിയുള്ള ഒരു 3 പേരിൽ നിന്ന് 4 പേരിൽ നിന്ന് എങ്കിലും കിട്ടിയാൽ തന്നെ മെജോറിറ്റി ആയി ഒരു റെസ്പെക്റ്റ് ഇൻ ടേംസ് ഓഫ് റെസ്പെക്റ്റ് ഓഫ് ഫ്രം ദ കണ്ടസ്റ്റൻസ് ഇൻ ദ ഹൗസ്. അപ്പം അങ്ങനെ രക്ഷപ്പെട്ടു പോയൊരു പവർ ടീമായിട്ട് എനിക്ക് ഇച്ചിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു പവർ ടീം വരുമ്പോഴത്തേക്കും ഈ 6 പേര് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. പിന്നെ ജനറലി ഒരു പ്രവണത കാണുന്നുണ്ട് പവർ ടീമിനൊരു വില കൊടുക്കാത്ത ഒരു സംഭവം. അതിൻ്റെയും റീസൺ ഇതാണ്. ഈ ആദ്യത്തെ 4 ആഴ്ചയിൽ വളരെ മോശം ഭരണം കാഴ്ചവെച്ച ഈ ഒരു വലിയ ഒരു മേധാവിയുടെ അടുത്ത് പ്രജകളോ അല്ലെങ്കിൽ അവരുടെ താഴെ അവർക്ക് സേവ ചെയ്യുന്ന ആൾക്കാർ, അവരെ സഹായിക്കുന്ന ആൾക്കാരോ ഒരു കൂറ് പുലർത്തണമെന്നില്ല 5ാമത്തെ ഒറ്റയടിക്ക് നല്ലൊരു ടീം വന്നാൽ പോലും. അപ്പോൾ ഈ സെഗ്മെൻറ്റ് നമ്മൾ ഇതോടുകൂടി അങ്ങ് ക്ലോസ് ചെയ്യണം. പവർ ടീം അങ്ങനെ ഒരുപാട് ഭയങ്കരമായ അതിനൊരു ക്ലോസിങ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അർഹിക്കുന്ന സെറ്റപ്പ് ഒന്നും അവർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒപ്പീനിയൻസ്. ആൻഡ് യെസ്, വിത്ത് ദിസ് ഈ ആഴ്ചത്തെ ഡിസ്കഷൻ സെഗ്മെൻറ്റ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഇനി അടുത്ത സെഗ്മെൻറ്റ് ഓവർ ടു യു. സോ സംഭവ ബഹുലമായ വിഷയങ്ങൾ നടന്ന ഒരു ആഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടൻ ഇത്തവണ വന്ന് എന്തൊക്കെയായിരിക്കും അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ, അതല്ലാതെ എന്തെങ്കിലും ആഡ് ഓൺ കാര്യങ്ങളുണ്ടോ? കുത്തിപ്പൊക്കാത്ത വിഷയങ്ങൾ കുത്തിപ്പൊക്കി വറക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ വെയിറ്റിങ്ങിലാണ്. സോ അതിനോടൊപ്പം തന്നെ ഈ ആഴ്ച ആരൊക്കെ പുറത്താവും, ആരൊക്കെയാണ് ഇനി ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ദോസ് പീപ്പിൾ ഔട്ട് എന്ന് തോന്നുന്നു, ഓർ ബിഗ് ബോസിനും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ലാലേട്ടൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ എൽവിസ്. ഓക്കെ, സോ ആരൊക്കെ പുറത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ജാൻമണി പുറത്തു പോകാൻ സാധ്യതയുണ്ട്, ഹൈ ചാൻസ്. പക്ഷെ പേഴ്സണലി എനിക്ക് പുറത്തു പോകണമെന്ന് തോന്നുന്ന ആൾ ഋഷിയാണ്. ഓക്കെ, പിന്നെ ബിഗ് ബോസ് സംസാരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റിപ്പോർട്ടർ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, റിപ്പോർട്ടിങ്. അതിനകത്ത് ജാസ്മിൻ മോഡറേറ്റർ ആയിരുന്നു. ജാസ്മിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുമ്പോൾ ജീവിതകഥ മൊത്തം പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കണത്. എന്നാൽ പിന്നെ ഒരു ലൈഫ് സ്റ്റോറിയും കൂടെ അതിൻ്റെ പാർട്ടിലാക്കി വെക്കായിരുന്നു. അപ്പം ഐ ഫെൽറ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കണം. എന്നാൽ ആ ക്വസ്റ്റ്യന് സിബിനോട് പറഞ്ഞ രീതി വാസ് ലൈക്ക്, നീ യെസ് ഓർ നോ പറയുമ്പോൾ ഞാനിവിടെ എന്ത് തോന്നുന്ന ദിവസം പറയും. ബട്ട് ലാലേട്ടൻ ഷുഡ് പോയിന്റ് ദാറ്റ് ഔട്ട്. ദിസ് ഇസ് ഇത് തോന്നിയാസമാണ്. ബി ലൈക്ക് പോയിന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയും. ബി റെസ്പെക്ട്ഫുൾ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അവിടെ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ദിസ് വീക്ക് ജാൻമണി ഷുഡ് ഗോ ഔട്ട് ബിക്കോസ് whatever she is intended to do, like intended എന്നൊന്നും ഞാൻ പറയുന്നില്ല, ലൈക്ക് പുള്ളിക്കാരത്തി അവിടെ വെറുതെ give me attention, like wow, first time I am getting to dress like this, wow, grab my dream. Hello, this is Big Boss. Like 1 second of validation you get, you are like, oh, this is the happiest stage of my life. No. So I feel like
ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഋഷി പോകണമെന്നാണ്, പക്ഷേ ദിസ് വീക്ക് ഐ എം സ്റ്റിക്കിംഗ് ദാറ്റ് ഫക്ക് ഓഫ്. ഓക്കെ, so yeah, I mean we are all mocking her based on her game, nothing else. Yeah, Just yeah. her game, Purely. how she has been on the game, and that's why I think she should go out. Then what I think Lalitan should kind of discuss is I think he should probably discuss the fact that how a power team should, again നമ്മളിത് പലതവണ പറഞ്ഞിട്ടുള്ളതാ, പക്ഷേ ഒരു പവർ ടീം എങ്ങനെ എന്ത് അല്ലെങ്കിൽ അത് പിരിച്ചുവിട്, do something about the power team. സമ പിരിച്ചുവിട്ടിരിക്കുന്നു. Yes, do something about the power team. Okay. That's what I feel like Lalitan. All right. ഫോർ മീ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം വീക്കെൻഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കണമെന്ന് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിച്ചിരുന്ന സാധനം അഭിഷേകിനെ ഷോയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം അഭിഷേകിനെ പുറത്താക്കാൻ ചാൻസ് ഇല്ല. പകരം ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അടുത്ത 2 ആഴ്ചത്തേക്ക് നോമിനേറ്റ് ആയെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കുമായിരിക്കാം. വിച്ച് ഈസ് നോട്ട് ഫൺ. അത് ഒരു കാര്യവുമില്ല. അങ്ങനെ വീണ്ടും നാട്ടുകാരെ കണ്ണിൽ പൊടിയിട്ട് കബളിപ്പിക്കാം എന്നല്ലാതെ വലിയ കാര്യമില്ല. പിന്നെ ലാലേട്ടൻ ബാഷും ചെയ്യുമായിരിക്കാം ഇങ്ങനെയുള്ള. ഇനി നിങ്ങൾ പുറത്താക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാണം കെടുത്തണം എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ലാലേട്ടൻ അതിനൊരു പ്രോപ്പർ സ്റ്റാൻഡേർഡ്, അല്ലാതെ ഈ പ്രാവശ്യം വന്നിട്ട് ഗ്യാസ് തുറന്നിട്ടെന്നും അത് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തില്ലെന്നുമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ ഇറ്റ്സ് എ വെരി സീരിയസ് പ്രോബ്ലം. അവനെ കിക്ക് ഔട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ സിൻസ് നിങ്ങളുടെ എത്തിക്സ് വളരെ മോശമായതുകൊണ്ടും വളരെ താഴ്ന്ന ലെവലിലായതുകൊണ്ടും യു ഹാവ് ടു വെരി സീരിയസ്ലി അഡ്രസ് അബൌട്ട് ദിസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് ജാൻമുനി എങ്ങനെ പുള്ളിക്കാരൻ്റെ സാധനത്തിൽ മാനിപ്പുലേറ്റഡ് ആയി എന്നുള്ളതും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം സായി കൃഷ്ണ വന്നിട്ട് എങ്ങനെയാണ് പുറത്ത് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സായിക്ക് നല്ല അടിപൊളിയായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ വന്ന മെജോറിറ്റി വൈൽഡ് കാർഡ്സും എത്രമാത്രം ഫെയിലാണ് എന്നുള്ള കാര്യവും ലാലേട്ടൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആരാ പുറത്ത് പോകേണ്ടത് ഒരു കാര്യം, എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ജാൻമുനെ ആയിരിക്കും ചിലപ്പം വോട്ടിങ്ങിൻ്റെ കൗണ്ടിൽ ഏറ്റവും കൂടുതൽ കുറവുണ്ടാവുക, ഐ ഡോണ്ട് നോ. പക്ഷേ ജാൻമുനി പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജാൻമുനി ഈസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് കോണ്ടന്റ്. ഈ ശാപവും ഇതുമൊന്നും ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഓൾ അബൌട്ട് ബീയിങ്, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നൊരു ആസ്പെക്റ്റിൽ നോക്കി, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാവുന്നത് ജാൻമുനി അത്രയും കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഷീ ഈസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് കോണ്ടന്റ്. ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അവിടെ കുറേ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. സോ ഐ തിങ്ക് ജാൻമുനി ഷുഡ് സ്റ്റേ. ഇറ്റ്സ് നോട്ട് അബൌട്ട്, ഞാൻ പറഞ്ഞില്ലേ, LGBTQ പീപ്പിൾ ഡോണ്ട് ഹാവ് ടു ക്യാരി ദ ബർഡൻ ഓഫ് എഡ്യൂക്കേറ്റിംഗ് എവറിബഡി. സോ അത് ചെയ്യുന്നില്ല എന്നിട്ട് ജാൻമുനെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഐ തിങ്ക് ഋഷി ഷുഡ് ഗോ ഔട്ട്. ഇമ്മച്വർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചുമ്മാ ആങ്കർ കാണിക്കുന്നതല്ലാതെ ഋഷി ഇനിയും പ്രോപ്പർ സ്റ്റാൻഡ് ഒന്നിനും എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഋഷി മേഡപ്പ് ഹിസ് മൈൻഡ് ദാറ്റ് ഋഷീന് അവിടെ നിന്ന് മാക്സിമം ഉണ്ടാകാൻ പറ്റുന്ന ക്യാഷ് ഉണ്ടാക്കണം, ഫെയിം ഉണ്ടാക്കണം, സേഫായിട്ട് നിന്ന് മാക്സിമം എത്ര നോമിനേഷൻ സേഫായി പോകാമെന്നല്ലാതെ ഋഷീൻ്റെ പേഴ്സണാലിറ്റി പുറത്തെടുക്കാനോ പ്രോപ്പറായിട്ട് ഗെയിം കളിക്കാനോ ഋഷീന് ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഋഷി പോകണമെന്നാണ് എൻ്റെ സ്ട്രോങ് അഭിപ്രായം. തിങ് ദറ്റ് ഹി വുഡ് ഡിസ്കസ് ഇസ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫ്രൈഡേത്തെ എപ്പിസോഡിൽ ജാൻമണി ഓങ്ങാൻ പോയി ഇവളെ നോറേനെ, ഒരൊറ്റ ഓട്ടായിരുന്നു. നമ്മളെല്ലാരും ഇവളടക്കം പേടിച്ചു പോയി. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് അനദർ പൊട്ടിത്തെറി ഫ്രം ഹെർ സൈഡ് വിച്ച് ഇസ് സംതിങ് വി നീഡ് ടു ഗിവ് ഹർ എ വാർണിംഗ്. സായിയുടെ കാര്യം, സായി വന്ന ഉടനെ വെള്ളം കൈ തൊടാതെ ഓടി ജാസ്മിനെ എന്ന് പറഞ്ഞ് ചെന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ ദാറ്റ് ഇസ് സംതിങ്. എനിക്ക് തോന്നുന്നു വേറൊരു സീസൺ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ലൈക്ക് യു സെഡ്, ദ മൊമെന്റ് യു സ്പീക്ക് അപ്പ് അപ്പം തന്നെ, അല്ലാതെ ഹാളിൽ വിളിച്ചിരുത്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സായി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നല്ല. then and there you have to just stop talking, that's it, stop it or else you'll face the consequences, that's it. അത് അങ്ങനെ പറയാതെ at least you are nominated for next 2 weeks എന്തെങ്കിലും പറയണം അപ്പം തന്നെ. അതാണ് ആ പണിഷ്മെന്റ് പോലും അവർക്ക് കൊടുക്കാൻ so yeah, he should be punished or given a one, എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. so that's something that needs to be done. as for eviction, എനിക്ക് തോന്നുന്നു personally I would like I think most of us agree that Rishi is someone who's doing absolutely nothing. I mean Ansiba also falls into kind of same category, പക്ഷെ എന്തെങ്കിലും കോണ്ടന്റ് അൻസിബ എന്നാലും ഉണ്ടാക്കുന്നുണ്ട്. so I wouldn't still call her in that. പക്ഷെ ഋഷി പോകേണ്ട സമയമായി. ബട്ട് അക്കോർഡിംഗ് ടു ദ പബ്ലിക് ഐ ഡോണ്ട് തിങ്ക് ഹീൽ സ്റ്റിൽ ഗോ ദിസ് ടൈം. ജാൻമണി ഇപ്പോൾ ചിലപ്പോൾ ഡബിൾ എവിക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ
ജാൻമണിയും ശ്രീരേഖയും പോവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജാൻമണി ഫസ്റ്റ് if it's only one eviction and Srirekha if it's the next. Srirekha has too much potential. I still don't know Yes, why she's പക്ഷേ not opening up. ഈ ഒരാഴ്ച ആളെ കണ്ടിട്ടില്ല. പുള്ളിക്കാരി അങ്ങോട്ട് ഓപ്പൺ ആവുന്നില്ല, ആവുന്നില്ല. It's exactly. very visible that she has a lot of potential. സമയമില്ലെന്ന് തോന്നുന്നു ഈ ചോറും കറിയൊക്കെ. അടുക്കളയിൽ കുരുങ്ങിപ്പോയെന്ന് തോന്നുന്നു. സത്യം ഒരു അടുക്കള പക്ഷെ അടുക്കളയാണ് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഇല്ല, സ്ഥലം. അടുക്കളയിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. അടുക്കളയിലേക്ക് ഹിന്ദി ആരെയും ബിഗ് ബോസിലൊക്കെ ഡ്രാമയും കൊണ്ട് എപ്പോഴും അടുപ്പിക്കുന്നില്ല. എല്ലാ സീസണിലും ജയിക്കുന്നത് അടുക്കളയിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് അവിടെ മറ്റേ പാൻ എടുത്ത് തലക്കിട്ടൊക്കെ അടിക്കുന്നത്. ഇത് മറ്റേ ഇപ്പൊ പൂജയാണെങ്കിലും ബിഗ് ബോസിന് പേടി ഇവന്മാര് കത്തിയെടുത്ത് നാളെ അല്ല, ഇപ്പൊ പൂജയാണെങ്കിലും ആരും അടുപ്പിക്കുന്നില്ല. അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് അതങ്ങ് മാറിപ്പോ ഇവിടെ പണിയെടുക്കുക ആ മൂടാണ്. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. കൾച്ചറിന്റെ അത് കേരളത്തിലെ കൾച്ചറിന്റെ ഭാഗമാണത്. അടുക്കളയിൽ നിന്ന് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഹൗസ്. അവിടെ Welcome ചെന്ന് to Big തുടങ്ങരുത് Boss എന്ന് മലയാളം. വിചാരിച്ചിട്ടാണ് അവർ Welcome to Big മാറ്റുന്നത്. Boss മലയാളം. ആ പണ ഐ ഓൾസോ ഫീൽ ലൈക്ക് ഇപ്പം ലാലേട്ടൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ഇൻസിഡൻസ് എല്ലാം വരുന്നുണ്ട്. ഓൾസോ ഇതിൻ്റെ ഇടയിൽ ഒരു ചുരുളഴിയാത്ത രഹസ്യം ഇപ്പോഴും കിടന്ന് ഓടുന്നുണ്ട്. നിങ്ങൾ നോട്ടീസ് ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഒരു എപ്പിസോഡിലാണോ ലൈവിലാണോ ഐ ഡോണ്ട് റിമെമ്പർ. ജാസ്മിൻ സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചു. ജാസ്മിൻ അകത്ത് കയറിപ്പോയി. ഒരു ലെറ്റർ കാണുന്നു. ആ ലെറ്റർ മടക്കി ജാസ്മിൻ ബാറ്ററിയുടെ പോക്കറ്റ് വെക്കുന്നു. തിരിച്ച് നടന്നു വരുന്നു. പൊതുവെ ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കാറുള്ളത് ഇപ്പം എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് കൊടുക്കാം. മറ്റേ ഇവർക്ക് ഫോണൊക്കെ കൊടുത്തിട്ട് പണ്ട് ബിഗ് ബോസിൽ അങ്ങനത്തെ ടാസ്കുകൾ നടന്നിട്ടുണ്ട്. ഈ ആഴ്ച ഒരു ടാസ്ക് തേങ്ങയൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ആസ് എ viewer I need to get answers for that. Why did she get a personal notice? She got 2 notes, not 1. 2 notes, Two yeah. notes. ഒന്നുകില് ചിലപ്പോ എന്താ വീട്ടിൽ നിന്ന് വല്ലതാണോ? ഒന്നുകില് പിന്നെ എന്തെങ്കിലും ഒരു സീക്രട്ട് സാധനം പിന്നെ എന്താ Build ചെയ്യുന്നുണ്ടാവും. വീക്കെൻഡില് ബിൽഡ് ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് വീക്കെൻഡിൽ സംസാരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ആവാം. അല്ലെങ്കിൽ റാൻഡംലി ചിലപ്പോ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് ഡ്രസ് അയക്കുന്നില്ല, അങ്ങനെ കുറെ സാധനങ്ങൾ പക്ഷെ അതൊക്കെ നടക്കുന്നുണ്ട്. അനൗൺസ്മെന്റ് അല്ലേ വരും. But bro, no, she is not even talking about that to anybody. She is hiding it. പുള്ളിക്കാരി മൈക്കിന്നിട്ട് തിരിച്ചൊരു ലെറ്റർ അങ്ങോട്ടല്ലേ വെച്ചത്. ഒരു ലെറ്റർ അവിടെ വന്നു, പുള്ളിക്കാരി മൈക്കിന്ന് പറഞ്ഞിട്ട് തിരിച്ചു. Exactly. അപ്പൊ ഇത്ര സീക്രസി എന്തിനാണ് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ അവർക്ക് അത് കട്ട് ചെയ്യായിരുന്നു ലൈവ്. അത് അവർക്ക് അറിയാം. അവര് ഇങ്ങനെയുള്ള അപ്പൊ കാര്യങ്ങളൊന്നും എനിക്ക് കുറെ നടക്കില്ല. തോന്നുന്നത് വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള എന്തോ ബിൽഡപ്പ് എന്തെങ്കിലും അപ്പൊ build അത് ആവാനാണ് വീക്കെൻഡ് chance കൂടുതൽ. എപ്പിസോഡിലേക്കുള്ള ബിൽഡപ്പ് അല്ലെങ്കിൽ ശക്തമായിട്ട് അടുത്ത നമ്മുടെ എപ്പിസോഡിൽ നമ്മളത് പ്രതിഷേധിക്കും. പ്രതികരിക്കും. അതെ, അല്ല exactly. അതോടുകൂടി ഞാൻ നിർത്തും. കാരണം തീർച്ചയായും. അല്ല, ഇല്ല, ഇല്ല. പിന്നെ ബിഗ് ബോസ് കണ്ടിട്ട് ഒരു കാര്യമില്ല. എവിഡന്റ് ആയിട്ട് ബിഗ് ബോസിന്റെ ദത്തുപുത്രിയാണോ ജാസ്മിൻ ജാഫർ? അതെനിക്ക് മനസ്സിലായി. If they're doing it, they would hide it. But why are they showing it? Exactly. Full flip അല്ലേ? ഇല്ല, ഇതിന് മുന്നേ നമ്മൾ ഇവരുടെ പറഞ്ഞിട്ടുണ്ട് സ്ട്രാറ്റജി മറ്റേ fuck you to the audience bro. അത് മാത്രമല്ല അത് ശരിയാണ്. അവരുടെ അവസ്ഥയാണ് പണി. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ എന്ത് ഒരു സെക്കൻഡ് ഐ വുഡ് ലൈക്ക് ടു ആഡ് വൺ മേജർ പോയിന്റ്. ജാസ്മിന്റെ ഫാദർ വിളിച്ച കേസ് വൈറ്റ് വാഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലൈവ് എഡിറ്റ് ചെയ്തപ്പോൾ ഇവര് അറിയാണ്ട് എന്റെ വാപ്പ എന്നെ വിളിച്ചപ്പോൾ നിർത്തി പൊരിച്ചടോ എന്ന് പറയുന്നത് അറിയാണ്ട് പോയതാണെന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ പറയുന്നത് ഇതതുപോലെ തന്നെ ആണെങ്കിലോ മേ ബി അതോടെ ഇത് അങ്ങനെ ആവാൻ ചാൻസ് ബ്രോ ഇത് ഒരു 2 മിനിറ്റ് ഉള്ള സീനാണ്. എന്നിട്ട് അതിങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ മടക്കി കയറ്റുന്നു, പോകുന്നു. രണ്ടാമത്തെ ലെറ്റർ വരുന്നു. അന്നേരം ഗബ്രി വേറെ ആരൊക്കെ കയറി വന്നു. എന്നിട്ട് ഗബ്രി അടുത്ത് വന്നത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്ത് സംഭവം? ഗബ്രി പോയി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ലെറ്റർ എടുത്ത് അവിടെ തിരിച്ചു വെക്കുന്നു. അപ്പൊ ഗബ്രിക്ക് അറിയാമോ ഇതെന്താന്ന്? എനിക്കറിയില്ല. ഗബ്രി read the second, looked into the second. I don't Second know. notice. I am not sure, but See, looked into the second. I don't know. I am confused. Yeah, I need we answers. don't know what is happening. അടുത്തത് സോ എവിക്ഷന്റെ കാര്യമാണെങ്കിൽ ജാൻമണി ഇനിയും എനിക്ക് തോന്നുന്നില്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് ടേക്കിംഗ് ടു മച്ച് ടൈം ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ് ഹെർ സ്പീക്കിംഗ് ഡയലോഗ് ആൻഡ് സ്റ്റഫ്. സോ എനിക്ക് പേഴ്സണലി ജാൻമണിയോടെ നിൽക്കണമെന്ന് താല്പര്യമില്ല. സോ എവിക്ഷൻ്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ജാൻമണിയുടേതാണ്. കാരണം ഐ ഡോണ്ട് പേഴ്സണലി ഫീൽ ലൈക്ക് ഷീ ഷുഡ് ബി ഇൻ ബിഗ് ബോസ് എനിമോർ. കാരണം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഷീ ഈസ് നോട്ട് ഈവൻ കംഫർട്ടബിൾ. എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല, അത് തന്നെയാണ് എപ്പോഴും ഇത് തന്നെയാണ് ഇവരെപ്പോഴും പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഇവിടെ നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ പൊക്കോളൂ. ഇനി എന്തിനാണ് ഇത്ര ഇഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഐ ഫീൽ ലൈക്ക് ജാൻമണി. പിന്നെ ആക്റ്റീവ് ആവുന്നതിൻ്റെ ബേസിസിലാണെങ്കിൽ ഋഷിയും അൻസിബയും ഞാൻ പറയും. അൻസിബ മഞ്ഞക്കെട്ടിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി നീലക്കെട്ടിലായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കട്ടിലിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നീലക്കെട്ടിലായപ്പോൾ കുറച്ച് ഒന്ന് ബെറ്ററായി വരുന്നുണ്ട്. സോ അവർ 3 പേരുമാണ്. ആൻഡ് ഐ തിങ്ക് പക്ഷേ വോട്ടിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ ഐ ഫീൽ ലൈക്ക്
ഇതുപോലെ ജാൻമണി പോകാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എവിക്ഷൻ. ഓക്കെ തുടങ്ങുന്നതിന് മുന്നേ ശരണ്യ ഈ ആഴ്ച വിഷനിലുണ്ടോ? ശരണ്യുണ്ട്. ശരണ്യ എവിക്ഷനുണ്ട് എങ്കിൽ എനിക്ക് ഡബിൾ എവിക്ഷൻ നടക്കും തോന്നുന്നു. ചിലപ്പോൾ ഒരെണ്ണം ശരണ്യ ആവാം. പിന്നെ ഉള്ളത് പിന്നെ ഉള്ളൊരു സ്പോട്ടിലോട്ട് ഐദർ ജാൻമണി ഓർ ഋഷി എന്നുള്ള രീതിയിൽ എനിക്ക് നിൽക്കുന്നത്. നേരത്തെ റിയാസ് പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്കൊരു വിയോജിപ്പും ഇവിടെ പ്രകടിപ്പിക്കാനുണ്ട്. കാരണം ഈ ശപിക്കലും എന്താണ് കുറച്ച് തോന്നിയാസ വർത്താനം ഒഴിച്ചാൽ ഷീ ഈസ് എ ഗുഡ് എന്റർടൈനർ എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അത് രണ്ടും ഇല്ലാതെ ജാൻമണി ഇല്ല. അല്ല, അതിപ്പോ ലാസ്റ്റ് ആഴ്ച ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഓക്കെ ബട്ട് സ്റ്റിൽ അത് ലാസ്റ്റ് കഴിഞ്ഞാൽ ഉണ്ട്. ഈ ആഴ്ച ഓങ്ങി ബ്രോ. ഓങ്ങിയതല്ലേ? ഹലോ സിസ്റ്റർ. ഉണ്ട്. Ek second. So you think he should go out? She should go out? Yeah. Yes. You were saying Akhil Mayar Junaisനെ push ചെയ്തപ്പോൾ I was not saying that. കഴിഞ്ഞ podcast No. അതല്ല ഞാൻ പറഞ്ഞു. Akhil Mayar Junaisനെ തള്ളിയപ്പോൾ you had a problem when പിന്നെ you never had a problem. ഇപ്പൊ ജാൻമുനി ഇങ്ങനെ ഒന്ന് ആക്കിയപ്പോ തൊട്ടതുപോലെ അപ്പൊ you have a problem now. No. Come on. You are talking to me here actually because I call this out. Okay, so എന്റെ അഭിപ്രായത്തില് അത് അവരങ്ങനെ ഈ കൈ ഓങ്ങിയതിൻ്റെ പേരിലല്ല, ടു ബി ഓണസ്റ്റ്. ഇതിന് മുന്നേ അവർ ലാലേട്ടൻ അവരെ കോൾ ഔട്ട് ചെയ്തപ്പോഴും അവർക്ക് അതിൽ വലിയ റിഗ്രറ്റ് ഇല്ലാത്ത പോലെയാണ്. അവരത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഇപ്പോഴും അതിനെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ എൻ്റർടൈൻമെൻറ്റ് എനിക്ക് പേഴ്സണലി ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അവരൊരു എൻ്റർടൈനർ ആവും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും അങ്ങനെ പറ്റുന്നില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അതിനോടൊരു ചെറിയ വിയോജിപ്പുണ്ട്. സോ ലൈക്ക് ഐ സെഡ്, ശരണ്യ പോവാം അല്ലെങ്കിൽ ഋഷി ഓർ ജാൻമണി. ഡബിൾ എവിക്ഷൻ ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരണ്യ would go out. നമുക്കറിയേണ്ട കാര്യം യമുന റാണിനെ പറ്റി. വേദിക അറിയോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, യമുന റാണിക്ക് ഒടുക്കത്തെ സപ്പോർട്ടാന്ന് ഞാൻ ഇവിടെ കിടന്ന് വലച്ച ആഴ്ച യമുന റാണി അങ്ങ് പോയി. ഞാൻ ശരണ്യക്ക് വോട്ട് കിട്ടി പോവാതിരിക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ തിങ്ക് ശരണ്യൻ അങ്ങനെ ബിഗ് ബോസ് ആയിട്ട് പെട്ടെന്ന് എടുത്ത് കളയത്തില്ല. ബിഗ് ബോസിന് അറിയാം ശരണ്യന് അറൌണ്ട് ഇനി കുറെ കോണ്ടന്റ് ഉണ്ടാവും. ഞാൻ ജാൻമുനിന്റെ എന്റർടൈൻമെന്റ് ആസ്പെക്ട് അല്ല, ജാൻമുനിനെ ചുറ്റിപ്പറ്റി കുറെ കോണ്ടന്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് എന്റെ പോയിന്റ് എന്ന് പറയുന്നത്. Even Sharanya is also making some sort of content. I don't know. My opinion is either Sharanya should go or somebody between Janmani and Rishi should go. ഈ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. സായിയുടെ ഇഷ്യൂ നിങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് അഭിഷേകിൻ്റെ ഇഷ്യൂ ഈ പറഞ്ഞ ഗ്രാവിറ്റിയിൽ സത്യം പറഞ്ഞ് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പോലും അഭിഷേക് ഇവൻ്റെ സർനെയിമിനെ വിളിച്ച് കളിയാക്കിയ സംഭവങ്ങളൊക്കെ പൊക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ ലാലേട്ടന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ മേജർ സംഭവങ്ങൾ അല്ലെങ്കിൽ അവനെ ഷോയിൽ നിന്ന് എടുത്ത് ദൂരെ കളയണം എന്ന് പറയുന്ന സെറ്റപ്പിലോട്ടൊന്നും കൊണ്ടുപോകാണ്ട് തന്നെ ഈ ഇങ്ങനത്തെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനെങ്കിലും ലാലേട്ടൻ്റെ PR ടീം സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതെങ്കിലും എൻ്റെ മോൾ ഷൈനും ഏഷ്യാനെറ്റും ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ അത് ഞാൻ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ സീക്രട്ട് ലെറ്ററിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ആ ലെറ്ററിൻ്റെ ഒരു പടം മീം മാത്രമേ കണ്ടുള്ളായിരുന്നു. ഇതിപ്പോൾ ഇത്രയും നീണ്ട ഒരു സംഭവം 2 ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ പറ്റും. അറ്റ്ലീസ്റ്റ് ഇവനെ പുറത്താക്കിയില്ലേ എനിക്ക് അന്ന് ജാസ്മിൻ ഗബ്രി റസ്മിൻ റോസ്റ്റ് ചെയ്ത പോലെ എങ്കിലും ഇവനിട്ട് നല്ലോണം ഒന്ന് കൊടയണം. അവനെ മൊത്തത്തിലൊന്ന് കൊടഞ്ഞാൽ കൊള്ളാന്നുണ്ട് എനിക്ക്. അറ്റ്ലീസ്റ്റ് കാരണം അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അതൊന്ന് വിരിച്ചിടണം. 2-3 ദിവസം കിടന്ന് ഉണങ്ങണം അവിടെ. പിന്നെ തീർച്ചയായിട്ടും ജാൻമണി തല്ലാൻ പോയ ഇഷ്യൂ അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. കാരണം ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും ജാസ്മിനെയൊക്കെ എടുത്തിട്ട് കുടയുന്ന കേട്ട ജാസ്മിൻ്റെ ഹൈജീനിന് വേണ്ടി ജാസ്മിൻ എടുത്തിട്ട് കുടഞ്ഞ അതിൻ്റെ പകുതി പോലും ജാൻമണിയുടെ വേഷം കെട്ടിന് ലാലേട്ടൻ കുടഞ്ഞിട്ടില്ല. അപ്പം അതിനോട് ചേർത്ത് ഈ വീശിയതിന് അങ്ങ് കുടഞ്ഞേക്കണം ദയവ് ചെയ്ത് പ്ലീസ്. അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് മൈ I think ഒരു ലാസ്റ്റ് ചോദ്യം ചോദിച്ചോട്ടെ. സോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നോടല്ലോ അല്ല എല്ലാവരും ജനറലി നമ്മുടെ പോഡ്കാസ്റ്റ് ലൈഫ് ഫെൽറ്റ് ലൈക്ക് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു ആസ്ക്. ഓക്കെ, സോ മീ ആൻഡ് ശ്രീ വി വർ ഹാവിങ് എ പേഴ്സണൽ ഡിസ്കഷൻ. ഓക്കെ, ലൈക്ക് ശപിക്കുന്നതാണോ ലൈക്ക് മോറൽ ഹൈ ഗ്രൗണ്ടില് ഹയർ, ഐ മീൻ ആസ് ഇൻ വേഴ്സ് ശപിക്കുന്നതാണോ അതോ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതാണോ, ഏതാണ് കൂടുതൽ തെറ്റ്? ബേസിക്കലി ദാറ്റ് ഇസ് ദ പോയിന്റ്. മനസ്സിലായി. അതിന്റെ അകത്ത് എന്റെ പോയിന്റ് ശപിക്കുന്നതാണ് കുറച്ചും കൂടി തെറ്റെന്നുള്ള രീതിയിലാണ്. പക്ഷെ
ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാലും ഇപ്പൊ ലാലേട്ടന്റെ ഒരു എന്താ പറയാ ഒരു അപ്രോച്ചിന്റെ അവിടെ നിന്ന് ചിന്തിച്ചാലും ദാറ്റ് ഇസ് വാട്ട് ഷീ യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ വാസ് ലൈക്ക് കണ്ടില്ലേ ലാലേട്ടനെ എങ്ങനെയാണ് അതിനെ എടുത്തേ. അപ്പൊ അതിലേതാണ് വലിയ തെറ്റ്? എനിക്ക് ചെറിയ തിന്മയും വലിയ തിന്മയിലും ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയുടെ മുകളിലുള്ള തരം തെറികളും ആണ് അത് ഈക്വൽ തന്നെയാണ്. ഓക്കെ, അതായത് എന്താണ് നീ പോടാ ചെറ്റെ എന്ന് പറയുന്നതും അവളുടെ 2 കൈയും കാലും ഒരു ആക്സിഡന്റിൽ പെട്ട് പോയി അവൾ ജീവിതം മുഴുവൻ എഴുതെന്ന് പറഞ്ഞ രണ്ട് ഡിഗ്രിയിലുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് അവളുടെ പേരൻസിനെ വിളിച്ച് അധിക്ഷേപിക്കലും അങ്ങനത്തെ സെറ്റപ്പിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ രണ്ടിനെയും ഒരേ സീരിയസ്നെസ്സിൽ കണക്കാക്കാവുന്നതാണ്. ഓക്കെ, പറയുന്നത് ഇവിടെ അതിനൊരു ഡിഗ്രി ഉണ്ടല്ലോ. അതായത് നിന്നെ ഞാൻ പോടാ പട്ടി എന്ന് വിളിക്കുമ്പോഴും പോടാ മൈര എന്ന് വിളിക്കുമ്പോഴുള്ള എഫക്റ്റ് രണ്ടാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. നീ മൈര എന്ന് വിളിക്കുമ്പോൾ യു വിൽ ബി മോർ ഒഫൻഡഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി? പട്ടി ഈസ് എ സിമ്പിൾ തെറി, മൈര ഈസ് എ നെക്സ്റ്റ് ഡിഗ്രി തെറി. അങ്ങനെ സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അങ്ങനെ. വാട്ട് ഡു യു തിങ്ക്? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരാളെ നമ്മൾ ശപിക്കുമ്പോൾ ഈ ശപിക്കുന്ന സംഭവം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അവർക്കത് നടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. വി വോണ്ട് ദാറ്റ് ടു ഹാപ്പൻ. അതായത് നിന്റെ കൈയും കാലും ഒരു ആക്സിഡന്റിൽ പെട്ടി ഒടിഞ്ഞ് നീ കിടക്കണം, നിന്റെ ശബ്ദം പോകണം എന്നുള്ളത് അവർ മനസ്സുകൊണ്ട് ഇങ്ങനെ നടക്കണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവരവിടെ. ഇങ്ങനെ നടക്കണം എന്നുള്ളത്. ദാറ്റ് ഈസ് വേഴ്സ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പട്ടീന്ന് വിളിക്കുന്നതും അതിൻ്റെ നെക്സ്റ്റ് ലെവൽ തെറി വിളിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ബിഗ് ബോസിൻ്റെ ലെവലിൽ ഇപ്പോൾ ഈ സീസൺ 6 നടക്കുന്ന തെറിവിളികളും ശാപവും വെച്ച് കമ്പയർ ചെയ്താൽ ശപിക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒരു ലെവലിൽ പടിമേളിൽ നിൽക്കുന്നത്. ബിക്കോസ് ദ വേർഡ്സ് അല്ലെങ്കിൽ കസ് വേർഡ്സ് യൂസ് ചെയ്തത് ബിഗ് ബോസിൽ ഇപ്പം ഇവർ യൂസ് ചെയ്തതും ജാൻമണി പറഞ്ഞത് ശാപവാക്കുകളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കൂടെ നിൽക്കുന്നത്. കാരണം കയ്യും കാലും ഒടിഞ്ഞു കിടക്കണം, ഒരാൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കണം, അവർ ഇഞ്ചോർഡായി കിടക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. സോ ദേ വോണ്ട് ദാറ്റ് ടു ഹാപ്പൻ ഫോർ ദാറ്റ് പേഴ്സൺ. ദാറ്റ് ഇസ് റിയലി ബാഡ്. ഡാർക്ക്. എനിക്കൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറയാനുണ്ട്. സി, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പെർസ്പെക്റ്റീവ് ഇസ് ലൈക്ക് വൺ കോമൺ ഗ്രൗണ്ട്. ഇവൻ ഐ അഗ്രി ഓൺ ദാറ്റ്. ബട്ട് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ബേസിക്കലി ഓരോ ആൾക്കാരുടെ വൊക്കാബുലറി, ഓക്കെ, ഒരാളുടെ വൊക്കാബുലറി ഡിഫറെൻ്റ് ആണ്. ഇനി നമ്മൾ ഒരു മാസ് ഓഡിയൻസിൻ്റെ വൊക്കാബുലറി എടുക്കുകയാണ്. ഫോർ സേ ഒരു ഇന്ത്യയിലെ ഒരു 50,000 ജനത്തിൻ്റെ വൊക്കാബുലറി നമ്മൾ എടുക്കുമ്പോൾ അവരുടെ വൊക്കാബുലറിയിൽ മോസ്റ്റ് ഓഫ് ദം യൂസ് ബാഡ് വേർഡ്സ് ദാൻ ശപിക്കൽ. അപ്പോൾ യൂസേജ് കൂടുതൽ ബാഡ് വേർഡ്സ് ആയതുകൊണ്ട് ജനറലി ഏറ്റവും കൂടുതൽ കേട്ട് പരിചയം അതും വല്ലപ്പോഴും ചില ശാപം കേൾക്കുമ്പോൾ ഇറ്റ് ഹാസ് എ ബിഗർ ഇമ്പാക്റ്റ് എന്നുള്ളൊരു ഫീലുണ്ട്. ആ ഒരു ആസ്പെക്റ്റ് എനിക്ക് തോന്നി. ആ ഒരു ആസ്പെക്ട് എടുത്ത് നോക്കുമ്പോൾ ഡേറ്റാ ബേസ്ഡ് ആയിട്ടും നിങ്ങളുടെ ഒരു പോയിന്റ് മേക്കിംഗ് ഷുവർ ഇറ്റ് ഈസ് ഇൻടാക്ട്. ഓൾസോ വാട്ട് ഡു യു പേഴ്സണലി തിങ്ക് ഇതിലേതാ തെറ്റ്? ഐ എം stating my statement okay with the database. Okay, fine. That's a good way to go about it. Riyaz, എനിക്ക് ഇതിലൊരു വലിയ തിന്മയും ചെറിയ തിന്മയും കമ്പയർ ചെയ്യുന്ന അറിയില്ല. തിന്മയാണ് എല്ലാം കണക്കാ. ഐ മീൻ ബോത്ത് ആർ ഈക്വലി റോങ്. പിന്നെ നീ ബിഗ് ബോസിൽ പ്ലാറ്റ്ഫോമിലെ കാര്യമാണ്. അല്ല ജനറലി എനിക്ക് എങ്ങനെ അത് പെർസീവ് ചെയ്യണമെന്ന്. കാരണം ഇപ്പൊ ലാലേട്ടൻ അതിന് he didn't give any importance to it. ഒന്നിരുത്തി ലൈക്ക് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തു. നിന്നെ കാണിച്ചു തരാം, എൻ്റെ അടുത്ത് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു കുറച്ച് വെയിറ്റ് ഉള്ള സാധനമായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി അത് ഒരുമാതിരി പുച്ഛിച്ച് നശിപ്പിച്ച് അതിന് വിട്ടു. അതിനോടൊരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു കൺഫ്യൂഷൻ വന്നു അവിടെ. എനിക്ക് ഷോയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും വേറെ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പം ഷോയിൽ ഉള്ള കാര്യത്തില് ശാപമാണോ തെറിവിളിയാണോ വലുതെന്ന് ചോദിച്ചാല് ഞാൻ അവിടെ തെറിവിളിയാണെന്ന് പറയും. കാരണം അവിടെ ശാപം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ തിന്മ നിങ്ങളെ ജനങ്ങളെ കാണിക്കുകയാണ്. അപ്പൊ അവിടെ തിന്മയെ നമുക്ക് മനസ്സിലായി, നമുക്ക് അതിനെ കുറ്റവും ക്ലിയർലി പറയാം. പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നൊരു സംഭവമാണ്. ആൾക്കാർക്ക് പ്രൂവ് ചെയ്യാം പുള്ളിക്കാരി എത്ര ബാഡ് ആണെന്ന്. പക്ഷെ തെറിവിളി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു തെറി ടെലികാസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പം ലാലേട്ടന് കൂടുതൽ ബാഷും വരും. അവിടെ ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇൻ റിയൽ ലൈഫ് എന്നെ ഒരാൾ തെറി വിളിച്ചാൽ എനിക്ക് അയാളെ തെറി വിളിക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ല തിരിച്ച്. പക്ഷെ എന്നെ ഒരാൾ ശപിച്ചാല് എനിക്ക് അയാളെ തിരിച്ച് ശപിക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ എന്നെ ശപിക്കുന്ന അയാൾക്ക് റിയലി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കണം എന്ന് വിചാരിക്കുന്നതാണ്.
മീ ബീങ് എ ഗുഡ് പേഴ്സൺ, അയാളുടെ ജീവിതം എന്തെങ്കിലും അത്രയും തിന്മ അയാളുടെ ജീവിതം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല ആസ് എ ഗുഡ് പേഴ്സൺ ഇഫ് ഐ ആം. സോ ഇൻ റിയൽ ലൈഫ് ശാപമാണ് ഏറ്റവും ഹയർ ഡിഗ്രി. ഐ ഹാവ് ദ സെയിം പോയിന്റ് വാട്ട് റിയ സെഡ്. അതുകൊണ്ടാണ് ഞാനായാലും പറഞ്ഞത് ഇൻ ദ ഷോ അവരത്ര വലിയ ഡീലാക്കില്ല. കാരണം അത് എന്താ പറയുക, അൺപാർലമെന്ററി ലാംഗ്വേജ് ഒന്നും അല്ല അവർ യൂസ് ചെയ്തത്, സാധാരണ വാക്കുകൊണ്ട് യൂസ് ചെയ്തതാണ്. പക്ഷെ ആ ഇന്റൻസിറ്റി കാണുമ്പോൾ നമുക്ക് എന്തോ അടിക്കും. അത് ബിക്കോസ് നമുക്ക് ഈ ഇവൻ പറഞ്ഞ റിയൽ ലൈഫിൽ യൂസ് ടു അല്ലാത്തതുകൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി കാണുമ്പോഴാണ്. ബട്ട് ഇൻ ദ ഷോ ഇതുപോലെ മ്യൂട്ട് ചെയ്യേണ്ട തരത്തിൽ അത്രയും ബാഡായിട്ട് ഫാമിലിനും ഒക്കെ വിളിക്കുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അത് പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് എവരിബഡി വിൽ റിസീവ് എ ബാഡ്. റോബിന്റെ അലർച്ചയും ജാൻവിയുടെ ശാപവും ഒക്കെ ഇനിയിപ്പോ ഗോ ഡൗൺ ഇൻ ലെഗസി ലൈക്ക് It is too big of a word. അങ്ങനെയൊന്നും പറയില്ല. എടാ അങ്ങനെയല്ല, ലെഗസി ഓഫ് ലൈക്ക് ഷിറ്റി തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ബിഗ് ബോസ് മലയാളം, അത്രേ ഉള്ളൂ. അല്ല, പക്ഷേ ഐ ഫീൽ ലൈക്ക് ദാറ്റ് വാസ് എ ഗുഡ് ഡിസ്കഷൻ. കുറച്ച് നല്ല രീതിയിൽ കുറച്ച് clarity. Yeah. So I think on that I think we can wind up today's podcast. ഇപ്പം നമ്മൾ ഇതിൽ നിന്നെല്ലാം കൂടി നമുക്ക് മനസ്സിലായി വരുന്നത് ഒരു ജനറൽ പോയിന്റ് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത്, ബിഗ് ബോസ് ഹാസ് ബിക്കം ടു ഇൻഓർഗാനിക് എന്നുള്ളതാണ്. ഓർഗാനിക് കോണ്ടന്റ് വിട്ടിട്ട് കണ്ടസ്റ്റന്റ് ക്യൂറേഷനിലായാലും കോണ്ടന്റ് ക്യൂറേഷനിലായാലും മൊത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളിലായാലും ടൂ മച്ച് ഇൻഓർഗാനിക് ഷിറ്റ് ദാറ്റ് വി സീ വിച്ച് ഇസ് ടു അൺഅക്സെപ്റ്റബിൾ. പിന്നെ നിങ്ങളുടെ ഷോ ആയതുകൊണ്ട് 6 വർഷം നിങ്ങൾ ഷോ ഓടിക്കുന്നതായതുകൊണ്ട് നിങ്ങൾ ക്യാഷ് ചിലവാക്കി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒന്നും പറയാനില്ല. വിൽ ഡിസൈഡ് വെദർ വി ഗോണ വാച്ച് ഇറ്റ് ഓർ നോട്ട് ഓർ ടോക്ക് ഷിറ്റ് അബൌട്ട് ഇറ്റ് ഓർ നോട്ട്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മളും ചെയ്യും. ഓൺ ദാറ്റ് നോട്ട് ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേയ്സ് എപ്പിസോഡ്. ഐ ഹോപ്പ് യു ഗൈസ് റിയലി എൻജോയ്ഡ്. അറ്റ് ദ സെയിം ടൈം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സെൻസ് ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ഒരു കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വൺ മേജർ ഇഷ്യൂ. ആ ഇഷ്യൂയിലേക്ക് ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ എസ്പെഷ്യലി ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അഭിഷേക് ശ്രീകുമാർ ഷോയിലേക്ക് കയറി ചെന്ന് അഭിഷേക് ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്തുണ്ടായ വലിയ ഗ്രൂപ്പ് ഓഫ് പേജുകളോടും എനിക്ക് പറയാനുള്ളത്, അഭിഷേകിൻ്റെ ഒരു പാസ് ചെയ്യുന്ന പോലെ ഷോർട്സ് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസവും കിട്ടാത്തതുകൊണ്ട് കോണ്ടന്റ് ക്ഷാമം ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ടെല്ലാം ചത്ത് കിടക്കുന്നുണ്ടാവും. സോ നിങ്ങളിപ്പം ഞാൻ കണ്ടിരുന്നു പല പോഡ്കാസ്റ്റുകളിൽ നിന്നും ഷോർട്സ് യൂസ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പോഡ്കാസ്റ്റ് എങ്കിലും യൂസ് ചെയ്ത് നിങ്ങളുടെ അഭിഷേക് ശ്രീകുമാറിന് കുറച്ച് റെലവൻസ് ഉണ്ടായി കൊടുത്തോളൂ. അല്ലാതെ ആ വാഴയെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് ക്ലിയർലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ on that note, fuck it. What a beautiful ending note. So thank you so much guys for watching our podcast. So stay tuned for our next episode. Bye. ബൈ ബൈ. അഭിഷേക് എന്ന വാഴയെ വെട്ടി.